ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കത്ര സുഖമില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞങ്ങളുടെ ഈ ഡ്രസ്സിങ് റൂമിലേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഈ ടേബിൾ മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുകയാണ്. അലമാരി വെക്കേണ്ട തുണികളും ഉടുത്തു മാറ്റിയ തുണികളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം കൂടെ ഒരു വകയായിട്ടാണ് കിടക്കുന്നത്. എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനമാക്കാമെന്ന് കരുതി ഞാൻ പണി തുടങ്ങുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയോ കുറച്ച് തുണികളെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ മുഷിഞ്ഞ് മാറിയ തുണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ബക്കറ്റിലോട്ട് മാറ്റിയിട്ടാണ് ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ മടക്കാൻ തുടങ്ങിയത്. ആ മുഷിഞ്ഞ തുണികളൊക്കെ കുറച്ച് മാറ്റിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് തുണികളോട് മടക്കാനുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് ഈ തുണി മടക്കൽ എന്ന് പറയുന്നത്. അതും സുഖമില്ലാതെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ പറയുകയും എങ്കിലും ഇത് അതുപോലെ ഓരോന്നായി എടുത്ത് വൃത്തിയായി മടക്കി ഒതുക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ബാക്കി ഉണ്ടായിരുന്ന തുണികളെല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നലെ രാത്രി മടക്കി വെച്ചതും ഇപ്പോൾ മടക്കിയതുമായ തുണികളും എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കാം. എന്തായാലും വിചാരിച്ചാലും ഭംഗിയ തുണികളുടെ ഭാഗം അങ്ങ് ക്ലിയറായി കിട്ടിയേ. തുണികളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ബാക്കി സാധനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. അടുത്തതായി ഇരിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റാൻഡിൽ നിന്ന് ഓരോന്നായി മാറ്റി വെച്ച് അതിനുശേഷം ഒരു തുണിയെടുത്ത് ആ സ്റ്റാൻഡും അതിരുന്ന സ്ഥലവും ഒക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഞങ്ങളുടെ, അതായത് ഞാനും ചേട്ടനും കൂടെയുള്ള ആ ഫോട്ടോ ഫ്രെയിമും കൂടെ എടുത്ത് നന്നായി തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേ. എന്നിട്ട് മാറ്റി വെച്ച മേക്കപ്പ് സാധനങ്ങളെല്ലാം ഭംഗിയായി വീണ്ടും അതിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടേബിള് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തേ. ഇപ്പോഴേ ടേബിളിനൊരു ലുക്ക് വരുന്നുണ്ട് അല്ലേ? അടുത്തത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ബുക്സാണ്. സത്യം പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ അലങ്കോലാക്കി വെക്കാറില്ല. എപ്പോഴും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യാറ്. ഏത് ബുക്ക് എവിടെ നിന്നാണ് എടുത്തത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അവിടെ തന്നെ കൊണ്ട് വെക്കുന്നതാണ് എൻ്റെ ഒരു ശീലം. എന്നാലും ആ തുണി കൊണ്ട് മുകളിലൊക്കെ ഒന്ന് ലൈറ്റായിട്ട് പൊടി തട്ടി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫ്രെയിമും വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് നന്നായിട്ട് ഒന്ന് തുടച്ചതാ ഇതുപോലെ പഴയപടി തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേ. അപ്പോൾ ആ ഭാഗവും അങ്ങ് ക്ലിയർ ആയി കിട്ടി. ഇനി അടുത്തത് ഇതായി കാണുന്ന ബോക്സാണ്. ഞങ്ങളുടെ ഓയിലും സെറവും ഒക്കെ വെച്ചിരിക്കുന്ന ബോക്സാണ് കേട്ടത്. ഇതിനകത്താണെങ്കിൽ എണ്ണയും സെറവും ഒക്കെ വീഴുന്ന മൊത്തത്തിൽ വൃത്തികേടായിരിക്കണേ. അതുകൊണ്ട് ഇത് വെറുതെ തുടച്ചാൽ മാത്രം വൃത്തിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഞാനിത് കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കഴുകി ആ എണ്ണയും സെറവും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ഓരോന്നായി എടുത്ത് വെക്കാം. എന്നിട്ട് ബുക്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതിനെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിളിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് ചേട്ടനൊരു ഫോർക്ക് വെച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ഹോൾഡറാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഫോണിൽ സിനിമ കാണാൻ നേരത്ത് ഈ ഹോൾഡറിൽ വെച്ചിട്ടാണ് കേട്ടോ സിനിമ കാണുന്നത്. നല്ല രസമില്ല ഇത് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ മടിയും സുഖമില്ലായ്മയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ടേബിളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോഴുള്ളൊരു സമാധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.